ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാനുവൽ പേജസ് എങ്ങനെ യൂസ് ചെയ്യാം, അത് വെച്ച് നമുക്ക് ഒരു കമാൻഡിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മാനുവൽ പേജസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. അതിന് എത്ര സെക്ഷനുണ്ട്, ഓരോ സെക്ഷനും ഓരോ നമ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് മാനുവൽ പേജസിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ മാനുവൽ പേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ കമാൻഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് മാൻ എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ആസ് യൂഷ്വൽ മാൻ എന്ന് പറയുന്ന കമാൻഡ് USR എന്ന് പറയുന്ന ഡയറക്ടറിയിലായിരിക്കും. നമ്മുടെ കമാൻഡ് ഏത് ഡയറക്ടറിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വിച്ച് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് USR/bin/ ആ ഡയറക്ടറിയിലാണ് നമ്മുടെ മാനിൻ്റെ ബൈനറീസ് ഉള്ളത്. ഓക്കെ, മാൻ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ മാനുവൽ പേജസ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മാനുവൽ പേജസിൻ്റെ ഷോർട്ട് ഫോം മാൻ പേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിച്ച് എന്ന് പറയുന്ന കമാൻഡിൻ്റെ മാനുവൽ പേജസ് ചെയ്യാൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വിച്ച് എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഫുൾ ഫോം വിച്ച് തന്നെയാണോ അതോ ഇനി വിച്ചിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് മാനുവൽ പേജസിൽ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാനുവൽ പേജസിനകത്ത് വിച്ച് എന്ന് പറയുന്ന വിച്ച് എന്ന് പറഞ്ഞ ടേം ഒരു സെർച്ച് ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കമാൻഡ് ഉണ്ടോ, അതായത് നമ്മളെ കമാൻഡിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കമാൻഡ് ഉണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു സിനാരിയ നമ്മൾ മനസ്സിൽ കാണുക. അപ്പം മാനുവൽ പേജിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനാണ് -K. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കമാൻഡാണോ കൊടുക്കുന്നത് അത് നമ്മൾ സ്ട്രിങ്ങിനകത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സ്ട്രിങ്ങിനകത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരൊറ്റ വേർഡേ ഉള്ളെങ്കിൽ നിങ്ങൾ ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നതുകൊണ്ട് ഫൈൻഡ് കമാൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ചിലപ്പോൾ അങ്ങനെ ഒരു സെർച്ച് ടേം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ വിച്ചെന്ന് തന്നെ പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, -K വിച്ച്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സെർച്ച് റിസൾട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സെർച്ച് റിസൾട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഒരു വിച്ച് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, ഒരു നമ്പർ അതിൻ്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലൊക്കേറ്റ് കമാൻഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് കമാൻഡാണ്. ഓക്കെ, അതേപോലെ വേറെ ഒരു കമാൻഡ് ഇതേപോലെ ഉണ്ട്, പക്ഷേ ഇത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം വിച്ച് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിൻ്റെ മാനുവൽ പേജ് ഈ ഒരു കമാൻഡിൻ്റെ മാനുവൽ പേജ് ആക്സസ് ചെയ്ത് അതെങ്ങനെ ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ 1 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഓക്കെ, ഈ 1 കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാനുവൽ പേജസിനകത്ത് ഏത് സെക്ഷനിലാണ് ഈ വിച്ച് എന്ന് പറയുന്ന കമാൻഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഈ നമ്പർ കാണിക്കുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ, അതായത് മാനുവൽ പേജസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ കുറേ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതായത് ഓരോ സെക്ഷൻ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, യൂസർ കമാൻഡ്സ് ആണ്. ഓക്കെ, അപ്പം വിച്ച് എന്ന് പറയുന്ന കമാൻഡ് യൂസർ കമാൻഡ് സെക്ഷനിലാണ്, ഒരു യൂസർ കമാൻഡ്സിൻ്റെ സെക്ഷനിൽ പെട്ട ഒരു കമാൻഡാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കമാൻഡിന് അഡ്മിൻ പ്രിവിലേജിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഏത് യൂസറിനാണോ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഈ നമ്പർ കാണിക്കുന്നത്. ചിലർക്ക് ഈ മാൻ കമാൻഡ് ചിലപ്പോൾ ഔട്ട്പുട്ടൊന്നും തരത്തില്ല. ഓക്കെ, നിങ്ങൾ എന്ത് കൊടുത്താലും ചിലപ്പോൾ ഔട്ട്പുട്ടൊന്നും തരത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലിനക്സ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ VMനകത്ത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ചിലപ്പോൾ മാൻ കമാൻഡ് വർക്ക് ചെയ്യാത്തത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂട്ട് പ്രിവിലേജിലേക്ക് മാറുക. അതായത് റൂട്ട് പ്രിവിലേജിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾ സൂഡോ എന്ന് പറഞ്ഞാൽ സൂപ്പർ യൂസർ ഡു എന്നാണ് അർത്ഥം. സൂഡോ സൂ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റൂട്ട് ആക്സസിലേക്ക് പോകും. ഓക്കെ, അതാണ് ആ റൂട്ട് ആക്സസിലേക്ക് വന്നതുകൊണ്ടാണ് ഈ ഹാഷ് എന്ന് പറഞ്ഞ ഈ ഹാഷ് സിമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കളർ ചേഞ്ചൊക്കെ മാറി ഇപ്പോൾ ഞാൻ റൂട്ട് പ്രിവിലേജിലാണ് നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ man-db എന്ന് പറഞ്ഞ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഞാനിത് എൻ്റെ ഈ മെഷീനിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ എൻ്റെ റെപ്പോസിറ്ററീസ് ഇതൊക്കെ കുറേ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആൾറെഡി man-db ആൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മാൻ കമാൻഡ് ഒരു റിസൾട്ട് തരാത്തത്.
ഓക്കെ. അപ്പോൾ ഈ മാൻ ഡി ബി എന്ന് പറയുന്ന കമാൻഡ് റൂട്ട് ആക്സസിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം ബേസിക്കലി നിങ്ങൾ മാൻ കമാൻഡിൻ്റെ മാനുവൽ പേജസ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങൾക്ക് മാൻ കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിച്ച് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് ആവശ്യമുള്ള സെർച്ച് റിസൾട്ടും കിട്ടി, അത് ഏത് സെക്ഷനിലാണെന്നുള്ള സെക്ഷൻ നമ്പറും കിട്ടി. അപ്പോൾ ഇനി സെക്ഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മാനുവൽ പേജ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, മാൻ സ്പേസ് സെക്ഷൻ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കമാൻഡ്. ഓക്കെ, നമുക്ക് ഇവിടെ ആവശ്യമുള്ള കമാൻഡ് എന്ന് പറയുന്നത് ഇത് വിച്ച് എന്ന് പറയുന്ന കമാൻഡ്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലാതെ സെർച്ച് ടാമല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഇത് യൂസർ കമാൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാൻ സ്പേസ് 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാതെ തന്നെ ഡയറക്റ്റ്ലി കൊടുക്കാം. ഇങ്ങനെ മാൻ സ്പേസ് വിച്ച് എന്ന് പറഞ്ഞ് കൊടുക്കാം. കാരണം ഇത് വർക്ക് ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ വിച്ച് എന്ന് പറയുന്ന കമാൻഡ് ഫസ്റ്റ് സെക്ഷനിൽ പെട്ടാൻ ഒരു കമാൻഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും സെക്ഷനിൽ സെക്ഷൻ 8 പെട്ടാണെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നമ്മുടെ ലിനക്സ് ടെർമിനൽ ഒന്ന് പഠിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ സീരീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നമ്പർ കൊടുത്തിന് അതിന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ സ്പേസ് വിച്ച്. ഓക്കെ, നമുക്ക് നമ്മൾ മുമ്പ് ഡാഷ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ച് നമ്മളൊരു കമാൻഡിനെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ആ കമാൻഡിനെ പറ്റി കമാൻഡിൽ എന്തൊക്കെ ഓപ്ഷൻസൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ അത് കുറച്ചുകൂടെ അത്ര നീറ്റായിരുന്നില്ല അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ മാനുവൽ പേജ് കണ്ടോ, ഇത് വിച്ച് എന്ന് പറയുന്ന കമാൻഡിൻ്റെ മാനുവൽ സെക്ഷനാണ്. ഓക്കെ, അതിൻ്റെ മാനുവലാണ്. ഓക്കെ, അതിന് ആ കമാൻഡ് എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനുണ്ട്, അതിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതുണ്ട്. ഓക്കെ, അതേപോലെ സിനോപ്സിസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഈ കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ കമാൻഡിൻ്റെ പേര് കൊടുക്കുന്നു, അതേപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തോ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫയൽ നെയിം. ഓക്കെ, ഫയൽ നെയിം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഈ ബൈനറി ഫയൽ നെയിമാണ് ഈ ഫയൽ നെയിമായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ലിനക്സിനകത്ത് എല്ലാ സാധനങ്ങളും ഫയലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കമാൻഡ് ആയാലും അതൊരു ബൈനറി ഫയലാണ്. അതുകൊണ്ടാണ് നമ്മൾ വിച്ച് സ്പേസ് LS എന്ന് അടിക്കുമ്പോൾ LSൻ്റെ ബൈനറി എവിടെയാണ് കിടക്കുന്നതെന്ന് അത് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ 3 dots എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കമാൻഡ്സ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിന് ഒരു മീനിങ് ഉണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് അതായത് ഈ മാനുവൽ പേജസിനകത്ത്. ഓക്കെ, അല്ലാതെ നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോഴല്ല, ഈ സ്ക്വയർ ബ്രാക്കറ്റ് അതേപോലെ ആംഗിൾ ബ്രാക്കറ്റ്സ് ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ മാനുവൽ പേജസിന് ഞാൻ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി Q അടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്കത് കാണാൻ പറ്റും, ഇവിടെ എഴുതിയിട്ടുണ്ട് Q to quit എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ക്വിറ്റ് അടിച്ച് എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാനുവൽ പേജസിനകത്ത് വിച്ച് എന്ന് പറയുന്ന കമാൻഡാണ് കണ്ടത്, അതിനകത്ത് ഡാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഫയൽ നെയിം ഡോട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ ചില മാനുവൽ പേജസ് നിങ്ങൾ തുറക്കുമ്പോൾ ഫയൽ 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിലപ്പോൾ കാണാം ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് എന്തെങ്കിലും എഴുതി വെച്ചിരിക്കും. ഓക്കെ, ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് എഴുതിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇതേപോലത്തെ സാധനങ്ങൾ, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് അങ്ങനെയുള്ള ടേംസാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാനുവൽ പേജസിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മാനുവൽ പേജസിനെ ഉപയോഗിച്ച് നമുക്ക് ഇനി ഒരു കമാൻഡ് കൂടെ നമുക്ക് നോക്കാം. അതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, എല്ലാ കമാൻഡ്സിനും മാനുവൽ പേജസ് ഇല്ല. ഫോർ എക്സാമ്പിൾ CD എന്ന് പറയുന്ന കമാൻഡിന് മാനുവൽ പേജസ് ഇല്ല. ഓക്കെ, അപ്പോൾ മാനുവൽ പേജസ് ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഞാനിപ്പം CD എന്ന് പറയുന്ന കമാൻഡ് ഞാൻ സെർച്ച് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ചേഞ്ച് ഡയറക്ടറി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നത്തിങ് അപ്രോപ്രിയേറ്റ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ആ കമാൻഡ് തന്നെ ഒന്ന് നോക്കിയേക്കാം. ഈ CD എന്ന് പറയുന്ന കമാൻഡ് ഒബ്വിയസ്ലി ഒരു യൂസർ കമാൻഡ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് അഡ്മിൻ പ്രിവിലേജിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഞാൻ ഡയറക്റ്റ്ലി മാൻ 1 അല്ലെങ്കിൽ മാൻ ഡയറക്റ്റ്ലി നമുക്ക് CD എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നോ മാനുവൽ എൻട്രി ഫോർ CD. അതായത് CD എന്ന് പറയുന്ന കമാൻഡിന് വേണ്ടി മാനുവൽ എൻട്രി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കമാൻഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ യൂഷ്വലി ലിനക്സിൻ്റെ ഹെൽപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഹെൽപ്പ് CD എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ
അങ്ങനെ അതിനകത്ത് നിങ്ങൾക്ക് ഈ സി ഡിയുടെ ഡോക്യുമെൻറ്റേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അത്ര ക്ലിയർ ആയിരിക്കത്തില്ല, അതായത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു മാനുവൽ ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അത് ഒന്ന് വായിച്ചെടുത്ത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അത് ഹെൽപ്പ് വെച്ച് നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറൊരു കമാൻഡ് കൂടെ നമുക്കൊന്ന് മാനുവൽ പേജസ് ആക്സസ് ചെയ്ത് നോക്കാം, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ച കമാൻഡ് എന്താണ്, നമ്മൾ LS എന്ന് പറയുന്ന കമാൻഡ് നോക്കാം. ഓക്കെ, ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ്. അപ്പോൾ നമുക്ക് മാൻ പേജസിൽ ആദ്യം നമുക്ക് സെർച്ച് ചെയ്യാം. -k ലിസ്റ്റ് കണ്ടൻറ്റ്സ് ഓഫ് ഡയറക്ടർ. ഇനി നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അത് വന്നില്ല. ഞാൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് മാത്രം കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇത് വന്നു. അത് അങ്ങനെ ലിസ്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള മാനുവൽ പേജസിനകത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഈ കമാൻഡ്സിൻ്റെ ഡോക്യുമെൻറ്റേഷനിലെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ലിസ്റ്റായി വന്നത്, സെർച്ച് റിസൾട്ട് വന്നത്. ഓക്കെ, നമുക്കൊന്ന് ഇതിനകത്ത് നിന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാ കിടപ്പുണ്ട്. സോ ഇത് ലിസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് കിടപ്പുണ്ട്. ലിസ്റ്റ് ഡയറക്ടറി കണ്ടൻസ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ LS എന്ന് പറയുന്ന കമാൻഡ് യൂസർ കമാൻഡ്സിൽ പെട്ടതാണ്. അതെങ്ങനെ മനസ്സിലായി? നമുക്ക് ഈ നമ്പർ ഉണ്ടാവും മനസ്സിലായി, യൂസർ കമാൻഡ്സിൽ പെട്ടതാണ്. അപ്പോൾ നമുക്ക് LS എന്ന് പറയുന്ന കമാൻഡിൻ്റെ മാനുവൽ പേജ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? man1ls അല്ലേ? അപ്പോൾ man1ls എന്ന് പറയുന്ന കമാൻഡ് നോക്കിയപ്പോൾ നിങ്ങൾക്കിതാ കാണാൻ പറ്റും. LS ഓപ്ഷൻ 1. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഡാഷ് ഓപ്ഷൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഓപ്ഷന്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഫയൽ, പിന്നെ 3 ഡോട്ട് കിടക്കണം. അതായത് മൾട്ടിപ്പിൾ ഇൻപുട്സ്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഈ ഒരു കമാൻഡ് സ്വീകരിക്കും. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്താണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തേക്കുന്ന സാധനങ്ങൾ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഒരു കമാൻഡ് എന്താണ്, നിങ്ങൾക്ക് ഓപ്ഷനും ഇൻപുട്ടും ഇല്ലാതെയും വർക്ക് ചെയ്യും എന്നാണ് ഈ കമാൻഡിൻ്റെ സിനോപ്സിസ് പറയുന്നത് അല്ലേ? അതായത് കണ്ടോ, എല്ലാം സ്ക്വയർ ബ്രാക്കറ്റ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ അറിയാം, ഈ ഒരു ഡയറക്ടറിക്കകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സും ലിസ്റ്റ് ചെയ്യുക ബൈ ഡീഫോൾട്ട്. അതാണ് അതിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ. പിന്നെ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ ലോങ് ഫോമും കാണാൻ പറ്റും. -a അല്ലെങ്കിൽ -all കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ -a എന്ന് പറയുന്നത് എന്താണ്, ഡോട്ടും എന്ന് പറയുന്ന ഫയൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ ലോങ് ഫോം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇപ്പോൾ ലോങ് ഫോമിൽ ഇത് ആൾമോസ്റ്റും ആളും രണ്ട് വാക്കാണ്. ഓക്കെ, ആ 2 വാക്കും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡാഷ് വെച്ചിട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഇനി അതിൽ കണ്ടോ ഇവിടെ -b എന്ന് പറഞ്ഞ ഇതുണ്ട്. അതേപോലെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്ന ഒരു ലോങ് ഫോമും ഉണ്ട്. ഈ ബ്ലോക്കും സൈസ് 2 വേർഡാണ്. ഈ വേർഡ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഡാഷ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ലോങ് ഫോം കൊടുക്കുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഓക്കെ, ലോങ് ഫോം നിങ്ങൾ അധികം യൂസ് ചെയ്യത്തില്ല, പക്ഷേ നിങ്ങളിത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇതിപ്പോൾ ഇവിടെ കണ്ടോ -b എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൻ്റെ ലോങ് ഫോം -ignore backups എന്നാണ്. ഇപ്പോൾ ലോങ് ഫോം കൊടുക്കുമ്പോൾ 2 വേർഡ് വരുമ്പോൾ ആ 2 വേർഡും ഒരു ഡാഷ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ഓപ്ഷനും എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഉപയോഗിച്ച ഏതൊക്കെയാണ്? -a എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, മുമ്പത്തെ വീഡിയോയിൽ കണ്ടു. അതേപോലെ നമ്മൾ -l കണ്ടല്ലേ? ഓക്കെ, നിങ്ങൾ ഇത് കണ്ടോ, -h എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ? ഓക്കെ, ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ്. ഓക്കെ, ബേസിക്കലി ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ -l എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തില്ലേ? -l എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തപ്പോൾ നമുക്ക് കമാൻഡിൻ്റെ അതായത് നമുക്ക് ലിസ്റ്റ് ചെയ്ത ഫയൽസിൻ്റെ ഫുൾ ലോങ് ഫോർമാറ്റിലാണ് കിട്ടിയത്. അതായത് ആ ഒരു ലിസ്റ്റ് ചെയ്ത ഫയൽസിൻ്റെ ഫോൾഡേഴ്സിൻ്റെ സൈസ് എത്ര എന്നൊക്കെ അതിൽ കാണിച്ചിരുന്നു. 4096 ബൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ബേസിക്കലി ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ 4KB 5KB എന്നൊക്കെ പറഞ്ഞ ഫയൽസ് അങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ, അതിനാണ് ഈ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് -l എന്ന് പറയുന്ന ഓപ്ഷൻ്റെ കൂടെ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ ഇവിടെ -l എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ യൂസർ ഡയറക്ടറിയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ LS എന്ന് പറയുന്ന കമാൻഡ് നിങ്ങൾ ഇത്രയും കണ്ടു. അതേപോലെ -l എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ലോങ് ഫോർമാറ്റ്. ഓക്കെ, -l എന്ന് പറയുന്നത് കണ്ടോ, നിങ്ങൾക്ക് 4096 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ റീഡബിൾ ഫോർമാറ്റ്, ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ചെയ്യണം? -l
നമുക്കിത് ഡാഷ് എൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ കൂടെ ഇത് വർക്ക് ചെയ്തോളൂ. നമുക്ക് ആദ്യം നമുക്ക് ലോങ് ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഡാഷ് ഡാഷ് ഹ്യൂമൻ ഡാഷ് റീഡബിൾ. ഓക്കെ ഇത് കണ്ടോ, എല്ലാം 4.0 KB അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അതിനാണ് ഈ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നേരത്തെ 4096 എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഷോർട്ട് ഫോമും കൂടെ ഒന്ന് നോക്കാം. ഡാഷ് എൽ. അപ്പം ഷോർട്ട് ഫോമിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഡാഷ് എച്ച് എന്ന് പറഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എച്ചും കൂടെ കൊടുക്കാം. ഓക്കെ, രണ്ടും ഒരേ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്യണം. ഞാൻ LSൻ്റെ മാനുവൽ പേജസിൽ ഒന്നുകൂടെ പോവുകയാണ്. ഓക്കെ, നമ്മൾ ആ എച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഈ എച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡാഷ് ഡാഷ് ഹെൽപ്പ് എന്നാണ് കൊടുത്തത്. ഒരു കമാൻഡ് കൊടുത്തിട്ട് ഡാഷ് ഡാഷ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡാഷ് ഡാഷ് ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ഷോർട്ട് ഫോം ഇല്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അത് എന്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ LS എന്ന് പറയുന്ന കമാൻഡിന് ഡാഷ് എച്ച് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഡാഷ് ഡാഷ് ഹെൽപ്പിന് ഷോർട്ട് ഫോം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഇല്ലാത്തത്. ഓക്കെ, ഈ ഡാഷ് എച്ച് എന്ന് പറയുന്ന കാര്യം വേറെ ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതല്ലാതെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല അത്. ഓക്കെ, അതേപോലെ ഇത് മറ്റ് പല കമാൻഡ്സിനും ഡാഷ് എച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഡാഷ് ഡാഷ് ഹെൽപ്പിന് ഷോർട്ട് ഫോം ഇല്ലാത്തത്. ഡാഷ് ഡാഷ് ഹെൽപ്പ് എല്ലാ കമാൻഡ്സിനും ഉള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഞാൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാൻ പേജസ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന്, മാൻ പേജസിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കമാൻഡിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മാനുവൽ പേജസ് ഉപയോഗിച്ച് ഷുവറായിട്ടും പറ്റും. അതുകൊണ്ട് തന്നെ മാനുവൽ പേജസ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഭയങ്കര ഉപയോഗമുള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ മാനുവൽ പേജസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഞാൻ മാനുവൽ പേജസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഷുവർലി ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.